നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ് കാണാൻ സാധിക്കും. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളരുന്നതും വീടിനകത്തും പുറത്തും വെക്കാമെന്നതും ഈ ചെടിയുടെ ഡിമാൻഡ് കൂട്ടുന്നു. ഒരിടത്ത് വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം നശിപ്പിച്ചു കളയാനാവില്ലെന്നൊരു പ്രത്യേകതയുമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ചെകുത്താന്റെ വള്ളി എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട്. ഫെങ്ഷുയി വിശ്വാസമുള്ളവരും വളരെയധികം പ്രാധാന്യം നൽകുന്ന സസ്യമാണിത്. പല രാജ്യക്കാർക്കും മണി പ്ലാന്റ് ഒരു ലക്കി പ്ലാന്റ് കൂടിയാണ്. ഈ ചെടിയുടെ പേരിലുള്ള മണി സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചൈന ഉൾപ്പെടെ പല ദേശക്കാരും വിശ്വസിക്കുന്നു. വീടിനുള്ളിൽ കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കുകയാണെങ്കിൽ മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്നും സ്ഥാനം തെറ്റിയാൽ ഫലം വിപരീതമാകും എന്നുമാണ് ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി പ്രകാരം പറയുന്നത്. ഫെങ്ഷുയി വിശ്വാസപ്രകാരമാണ് മണി പ്ലാന്റ് മണി കൊണ്ടുവരുന്ന ചെടിയായത്. ഇത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. ഇത് വീട്ടിൽ വയ്ക്കുന്നത് പണം ഉണ്ടാകാൻ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. വെറും അലങ്കാരത്തിനായി ഇത് വീട്ടിൽ വളർത്തുന്നവരുമുണ്ട്. എന്നാൽ ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന വിശ്വാസത്തിൽ അധികം പേരും ഇത് വീടുകളിൽ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നവരാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ അടിത്തറയില്ലെങ്കിലും മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഏറെ പേരും ഇത്തരത്തിൽ വിശ്വസിക്കുന്നവരാണ്. വെറുതെ ഒരു മണി പ്ലാന്റ് വീടിനുള്ളിൽ കൊണ്ട് സ്ഥാപിച്ചതുകൊണ്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന ധാരണ ശരിയല്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് നടരുത് എന്നും വാസ്തു വിദഗ്ധർ പറയുന്നു. നെഗറ്റീവ് എനർജിയുള്ള വശമാണ് ഇത് ദോഷം വരുത്തുന്നു. അതുപോലെ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇത് നെഗറ്റീവ് ഊർജത്തെയാണ് കാണിക്കുന്നത്. വീട്ടിലെ സമ്പത്ത് ശോഷിച്ചു പോകുന്നതിന്റെ മുന്നറിയിപ്പായാണ് പലരും മണി പ്ലാന്റ് ഉണങ്ങിപ്പോകുന്നതിനെ കാണുന്നത്. ഉണങ്ങിയ മണി പ്ലാന്റ് ഒരിക്കലും വീടിനുള്ളിൽ സൂക്ഷിക്കരുത്. സാമ്പത്തിക നഷ്ടവും ആരോഗ്യക്കുറവും ഇതുമൂലം ഉണ്ടാകുമെന്ന് വാസ്തു വിദഗ്ധർ പറയുന്നു. ഇതിന്റെ ഇലകൾ ആരെങ്കിലും പൊട്ടിച്ചു കളയാനോ അല്ലെങ്കിൽ മുറിച്ചു കളയാനോ ഇതിന്റെ തണ്ടോ ഭാഗമോ മറ്റുള്ളവർ കൊണ്ടുപോകാനോ നമ്മൾ സമ്മതിക്കരുത്. ഇതെല്ലാം മണി പ്ലാന്റ് കൊണ്ടുണ്ടാകുന്ന ഗുണം ഇല്ലാതാക്കും. ഇതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ തറയിൽ ഉണങ്ങി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇതിലെ കേടായതും അല്ലെങ്കിൽ കരിഞ്ഞു പോയതുമായ ഇലകൾ ഇതിൽ നിന്ന് ഉടനടി നീക്കം ചെയ്തിരിക്കണം. മണി പ്ലാന്റ് നിലത്ത് തൊടരുത്. വാസ്തുശാസ്ത്രം അറിയാവുന്ന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മണി പ്ലാന്റ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. മണി പ്ലാന്റ് അതിവേഗം വളരുന്ന ഒന്നാണ്. അതിനാൽ ചെടിയുടെ വള്ളി വളർന്ന് നിലത്ത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവ നിലം തൊട്ട് കിടക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ ഇത് മുകളിലേക്ക് പടർത്താൻ ശ്രദ്ധിക്കുക. അതിന്റെ വള്ളികൾ ഒരു കയറിലൂടെയോ അല്ലെങ്കിൽ തടിക്കഷ്ണത്തിലൂടെയോ പടർത്തി വിടാവുന്നതാണ്. വാസ്തുപ്രകാരം വളരുന്ന വള്ളികൾ വളർച്ചയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. മണി പ്ലാന്റ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണെന്ന രീതിയിലും വിശ്വാസമുള്ളതിനാൽ വള്ളികൾ നിലത്ത് തൊടുന്നത് ഒട്ടും ശുഭകരമല്ല. അതിനാൽ ഇത് നിലത്ത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബെഡ്റൂമിലും ഇത് വെക്കേണ്ട. ഇന്ന് പല വീടുകളുടെയും കിടപ്പുമുറികളിൽ പലതരം അലങ്കാര ചെടികൾ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വാസ്തുപരമായി ഇത് നന്നല്ല. രാത്രികളിൽ ചെടികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നവയാണ്. ബെഡ്റൂമിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ അതുപോലെ തരത്തിലുള്ള ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നത് കാരണം രാത്രിയിൽ മുറിക്കുള്ളിൽ ഓക്സിജൻ കുറയുന്നതിന് കാരണമാകും. ഇത് ഉറക്കക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് വീടിനുള്ളിൽ ഒന്നുകിൽ ഹാളിലോ അല്ലെങ്കിൽ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ ഇത് വെക്കുന്നതാണ് നല്ലത്. വാസ്തുപ്രകാരം മണി പ്ലാന്റ് വീടിന് പുറത്ത് നടുന്നത് അത്ര ശുഭകരമല്ല. ഇത് പുറത്തെ കാലാവസ്ഥയിൽ എളുപ്പത്തിൽ ഉണങ്ങാൻ സാധ്യതയുണ്ട്. ചെടിയുടെ വളർച്ച മുരടിക്കുന്നത് അശുഭകരമാണ്. ഇത് സാമ്പത്തിക ദൗർലഭ്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. കൂടാതെ ചേമ്പ് വർഗത്തിൽ പെടുന്ന ഈ ഇലച്ചെടി മനുഷ്യ ശരീരത്തിനുള്ളിൽ കടന്നാൽ അലർജി ഉണ്ടാക്കാൻ കാരണമാകാറുള്ളത് കൊണ്ട് കുട്ടികൾക്ക് എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ എത്താത്ത ഉയരത്തിൽ ഇത് വളർത്താൻ ശ്രദ്ധിക്കുക. മണി പ്ലാന്റ് മോഷ്ടിച്ച് നടുന്നത് ദോഷകരമായി കണക്കാക്കുന്നു. ഇത് കടയിൽ നിന്നും വാങ്ങി നടുന്നതാണ് ഉചിതം. സമ്മാനം നൽകരുത്. മണി പ്ലാന്റ് ആർക്കും സമ്മാനമായി നൽകുന്നതും അത്ര ശുഭകരമല്ല. ഗോൾഡൻ പോത്തോസ്, ഹണ്ടേഴ്സ് റോപ്പ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും മണി പ്ലാന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വീട്ടിലേക്ക് പണം ഒഴുകുന്നതിന് മണി പ്ലാന്റ് സഹായിക്കുമെന്ന വിശ്വാസത്താലാണ്
പച്ചയും വെള്ളയും ഇടകലർന്ന ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഇലകളുള്ള ചെടിക്ക് മണി പ്ലാന്റ് എന്ന പേര് വരാൻ തന്നെ കാരണമത്രേ. അരേഷ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട വള്ളിച്ചെടിയാണ് മണി പ്ലാന്റ്. നഴ്സറികളിലും മറ്റും നിരവധി ആളുകളാണ് വിവിധ തരം മണി പ്ലാന്റുകൾ അന്വേഷിച്ച് എത്തുന്നത്. എന്നാൽ ചെടി സമ്പത്ത് കൊണ്ടുവരുമെന്ന വിശ്വാസത്തിന് ശാസ്ത്രീയമായ ഒരു പിൻബലവും ഇല്ല. വീടിനുള്ളിലും ജോലി സ്ഥലത്തും മണി പ്ലാന്റ് വെക്കുന്നത് ഉത്തമമായി കരുതുന്നു. മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയുമെന്നും സുഖനിദ്ര ലഭിക്കുമെന്നും ഫെങ്ഷുയി വിദഗ്ധർ പറയുന്നു. മണി പ്ലാന്റിന്റെ നൂതന സങ്കര ഇനങ്ങൾ കൂമ്പുനുള്ളി കുറ്റിച്ചെടിയായും പരിപാലിക്കാം. ഹരിത ഭിത്തി തയ്യാറാക്കാൻ, പാത്രത്തിൽ നിറച്ച വെള്ളത്തിൽ പരിപാലിക്കാൻ, തൂക്കിയിട്ട് വളർത്താൻ, ടീപ്പോയ്, മേശ എന്നിവയിൽ ആകർഷകമായ ചട്ടികളിൽ വളർത്താനുമെല്ലാം മണി പ്ലാന്റിന് നല്ല ഡിമാൻഡാണ്. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.